കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ ചെടികളിൽ, പ്രത്യേകിച്ച് തക്കാളിയുടെ ഇലകളിൽ കാണാറുള്ള പ്രധാന കീടങ്ങളിലൊന്നാണ് ചിത്രകീടം. ഇവയുടെ ആക്രമണം വന്നു കഴിഞ്ഞാൽ ഇലകളിൽ ചിത്രം വരച്ച പോലെ വെള്ള കളറിൽ പല വിധത്തിലുള്ള വരകൾ കാണാം. ഇവയുടെ ആക്രമണം മൂലം ഹരിതകം നഷ്ടപ്പെട്ട് ക്രമേണ ചെടി നശിച്ച് ഉണങ്ങിപ്പോകുന്നത് പതിവായി കാണാറുള്ള ഒന്നാണ്. മുമ്പൊക്കെ ചിത്രകൂടത്തിൻ്റെ ശല്യം സാധാരണയായി കണ്ടുവരാറുള്ളത് തക്കാളി ചെടികളിലായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. തക്കാളി, പയറ്, വെണ്ട, ചീര, മുളക് തുടങ്ങി പല പച്ചക്കറികളും ചിത്രകീടത്തിൻ്റെ ശല്യം കാണാറുണ്ട്. ചിത്രകീടത്തിൻ്റെ പുഴുക്കൾ ഇലയിലൂടെ തുളച്ചു കയറി ഇലയുടെ ഹരിതകം തിന്ന് നശിപ്പിക്കും. ഹരിതകം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇലകളിൽ നോക്കുമ്പോൾ പച്ച ഇലകളിലെല്ലാം വെളുത്ത ലൈനോട് കൂടി ചിത്രം വരച്ച പോലെ ഉണ്ടാവും. ഇവയുടെ അറ്റാക്ക് കാരണം ഇലയുടെ പച്ച കളർ മുഴുവനായി നഷ്ടപ്പെട്ടു പോകും. ഹരിതകം നഷ്ടപ്പെട്ടാൽ പിന്നെ ചെടികളുടെ വളർച്ച നിന്നു പോകുമെന്ന് ഉറപ്പാണ്. അതിനുശേഷം ഇലകളെല്ലാം മഞ്ഞളിച്ച് ചെടി തന്നെ ഉണങ്ങിപ്പോകുന്ന അവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഇതേപോലെ ചെടിയുടെ ഇലകളിൽ ചിത്രം വരച്ച പോലെ കാണുമ്പോൾ തന്നെ തുടക്കത്തിലെ ആ ഇല നുള്ളിയെടുത്ത് നശിപ്പിച്ചു കളയണം. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഇല നുള്ളിയെടുത്ത് ഒരിക്കലും അത് മണ്ണിൽ തന്നെ ഇടരുത്. ശരിക്കും പറഞ്ഞാൽ കത്തിച്ചു കളയുകയാണ് വേണ്ടത്. കീടശല്യത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഇലകൾ നുള്ളി നശിപ്പിച്ചതിന് ശേഷം 2 ml വേപ്പെണ്ണ കുറച്ച് സോപ്പ് ലായനിയും കൂടി മിക്സ് ചെയ്ത് ചെടികളുടെ ഇലകൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ചിത്രകൂടത്തിൻ്റെ ശല്യം വരാതിരിക്കാനായി നാം ശ്രദ്ധിക്കേണ്ടത്, ഒരു തവണ തക്കാളിയോ പയറോ അങ്ങനെയുള്ള പച്ചക്കറികൾ നട്ട ഗ്രോ ബാഗിലോ ചട്ടിയിലോ ഒന്നും വീണ്ടും അതേ ഇനം പച്ചക്കറികൾ നടാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ചിത്രകൂടത്തിൻ്റെ പ്യൂപ്പൽ സ്റ്റേജ് മണ്ണിൽ നിന്നാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് ഒരു തവണ കൃഷി ചെയ്ത അതേ വർഗത്തിൽപ്പെട്ട പച്ചക്കറികൾ വീണ്ടും അതേ ഗ്രോ ബാഗിൽ നടാതിരിക്കുന്നതാണ് നല്ലത്. അതേപോലെ തന്നെ ചിത്രകൂടത്തിൻ്റെ ശല്യം രൂക്ഷമായി കാണുകയാണെങ്കിൽ നമ്മൾ മറ്റൊന്നും നോക്കാതെ അത്തരം ചെടികളെ വേരോടെ പിഴുതെടുത്ത് നശിപ്പിക്കുക എന്നതാണ് മറ്റു ചെടികൾക്ക് ഈ രോഗം വരാതിരിക്കാനായി നാം ചെയ്യേണ്ടത്. അതിനുശേഷം മറ്റുള്ള ചെടികളിലെല്ലാം സ്യൂഡോമോണസ് 20 ഗ്രാം എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ലായനി ഇലകളിൽ തളിക്കുന്നു. കീടശല്യം വരാതിരിക്കാൻ നല്ലതാണ്. അതേപോലെ തന്നെ വിത്ത് മുളച്ച് തൈകൾ മാറ്റി നടുമ്പോൾ വേരുകൾ സ്യൂഡോമോണസ് ലായനിയിൽ മുക്കിയെടുത്ത് നടുന്നതും മണ്ണിൽ വളങ്ങൾ ചേർക്കുന്നതോടൊപ്പം ഒരു പിടി വേപ്പിൻ പിണ്ണാക്ക് ചേർക്കുന്നത് കൊണ്ടും മണ്ണിൽ നിന്നുള്ള ചിത്രകീടത്തിൻ്റെ പ്യൂപ്പകളെല്ലാം നശിച്ചു പോകാനും സഹായിക്കും. അതേപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ചിത്രകീടത്തിൻ്റെ ശല്യം മാറ്റിയെടുക്കാനായി കഞ്ഞിവെള്ളം പുളിപ്പിച്ചതിന് ശേഷം ഇരട്ടി വെള്ളം ചേർത്ത് കീടബാധയുള്ള ചെടികൾ തെളിച്ചു കൊടുത്താൽ ചിത്രകീടത്തിൻ്റെ കീടങ്ങൾ നശിച്ചു പോകും. ജൈവ കീടനാശിനിയിൽ അത് കഞ്ഞിവെള്ളമായാലും വേപ്പെണ്ണ മിശ്രിതമായാലും ഇനിയിപ്പോൾ ബിവേറി ആയാലും ഒറ്റ പ്രാവശ്യം സ്പ്രേ ചെയ്ത് നിർത്തിക്കളയാതെ രോഗത്തിൻ്റെ വ്യാപ്തി അനുസരിച്ച് ആഴ്ചയിൽ 1-2 തവണയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതായി വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ചെടികളിലെ ചിത്രകീടശല്യത്തിൽ നിന്നും കൃഷിയെ രക്ഷിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതട്ടെ. ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.